ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ച ഉദ്യോഗസ്ഥനെതിരെ ഉടൻ നടപടിയെടുക്കണമെന്ന് കോഴിക്കോട് ഡിസിസി പ്രസിഡന്റ് പ്രവീൺ കുമാർ ആവശ്യപ്പെട്ടു. സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞത് സിപിഎം സൈബർ പോരാളികളുടെ സൃഷ്ടിയാണ്. എസ്പിയുടെ വെളിപ്പെടുത്തലോടെ സിപിഎം വെട്ടിയില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. എസ്പി കുറ്റസമ്മതം നടത്തിയെന്നും ശബരിമല വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ശ്രമമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ പ്രചരണം അത് സംബന്ധിച്ച് പോയി പോലീസ് അവിടെ എന്തോ അവർക്കറിയാവുന്ന കാരണത്താൽ അത് അവർക്ക് തന്നെ അറിയുള്ളൂ. കാരണം പോലീസിൽ ആരോ മെനക്കെട്ട് വന്ന് ആൾക്കൂട്ടത്തിൻ്റെ തലയിലൂടെ വളരെ ഉന്നം വെച്ച് മർമ്മം നോക്കി അടിക്കുകയായിരുന്നു. ആ അടി ഷാഫി എം പിക്ക് തന്നെ കൊള്ളണം എന്നുള്ളത് അടിച്ച പോലീസുകാർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഒരാളാണോ രണ്ടാളാണോ അതൊക്കെ ഇന്നലെ എസ് പി തന്നെ പറഞ്ഞ മാതിരി ഇനിയിപ്പോൾ സാങ്കേതികമായി നോക്കിയിട്ട് പറയേണ്ടി വരും. പേരാമ്പ്രയിലെ സംഭവങ്ങൾക്ക് പിന്നിൽ UDF ഗൂഢാലോചന എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് LDF. കഴിഞ്ഞ ദിവസം വലിയ പ്രകോപനമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെയും ലീഗ് പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നും ഈ UDF റാലിക്കിടെ ഉണ്ടായത്. ഒരു ലീഗ് പ്രവർത്തകൻ വലിയ പ്രകോപനം പോലീസിന് സൃഷ്ടിച്ചിരുന്നു. വലിയ അധിക്ഷേപങ്ങളും ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പിന്നീട് UDF ഭാഗത്തു നിന്നും ഒരു സ്ഫോടക വസ്തു പോലീസ് നിന്നിരുന്ന ഭാഗത്തേക്ക് എത്തുകയും അവിടെ പൊട്ടുകയും ചെയ്യുന്ന ദൃശ്യങ്ങളുണ്ടോ എന്നും LDF നേതാക്കൾ പറയുന്നു. ദീർഘനേരമായിട്ട് 3 മണിക്കൂർ നേരം പ്രകോപിതരാവാതെ സഹിച്ചു നിന്ന എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പോലീസിൻ്റെ ഉള്ളിൽ സ്ഫോടനം നടക്കുന്നു. ആ സ്ഫോടനം UDFൻ്റെ കോൺഗ്രസിൻ്റെ ആ ഭാഗത്ത് നിന്ന് വന്ന സ്ഫോടക വസ്തു പൊട്ടുന്നതാണ് എന്ന ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ സമഗ്രമായ അന്വേഷണം നടത്തണം. ഷാഫി പറമ്പിൽ ഒരു MP എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കാനാണോ ശ്രമിക്കുന്നതെന്ന് എല്ലാവരും പൊതുവെ രാഷ്ട്രീയ ഭേദമന്യേ ഇതിൽ ശക്തമായി പ്രതിഷേധിക്കുകയും പരിശോധിക്കുകയും എല്ലാം ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ഈ നാടിൻ്റെ ആവശ്യമാണ്. എന്നാൽ UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു എന്ന ആരോപണം പൂർണ്ണമായും കോൺഗ്രസ് നേതാക്കൾ തള്ളുകയാണ്. ഇത്തരത്തിലൊരു ആരോപണം പോലീസ് മുന്നോട്ട് വെച്ചിട്ടില്ല. പോലീസ് തന്നെ പറയുന്നത് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചയാണ്, അല്ലെങ്കിൽ പോലീസിലെ ചിലർ തന്നെയാണ് MPക്കെതിരെ അക്രമം അഴിച്ചുവിട്ടതെന്നാണ്. മറിച്ചുള്ള ദൃശ്യങ്ങൾ പൂർണ്ണമായും തെറ്റാണ് എന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായതായി റൂറൽ SP വ്യക്തമാക്കിയിരുന്നു. ചില ആളുകൾ ആണ് MPയെ, പോലീസിലെ ചില ആളുകൾ തന്നെയാണ് MPയെ മർദ്ദിച്ചത്. ഇത് ആരാണ് എന്ന് കണ്ടെത്തുന്നതിനായി AI സഹായത്തോടെ പരിശോധനകൾ തുടരുകയാണ് എന്നും അദ്ദേഹം പറയുന്നു. സ്ഥലത്ത് ലാത്തിചാർജ് നടത്തിയില്ല എന്ന വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ലാത്തിചാർജിനുള്ള ഒരു കമാൻഡ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും നൽകിയിരുന്നില്ല. മറിച്ചുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാന രഹിതമാണ്. ഒപ്പം ഈ പോലീസ് സ്ഥലത്തുണ്ടായിരുന്ന പോലീസിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താൻ ആദ്യഘട്ടത്തിൽ ഈ കൃത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ നടപടികളെക്കുറിച്ച് പറഞ്ഞത്. ഇക്കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും പോലീസ് തയ്യാറെടുക്കുന്നുണ്ട്. എന്തായാലും 2 DYSPമാരും ഈ അക്രമത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേരത്തെ DGPക്ക് കത്ത് നൽകിയിരുന്നു. 5 ദിവസത്തിനുള്ളിൽ കത്തിൽ തീരുമാനമായില്ലെങ്കിൽ DYSPമാരുടെയും റൂറൽ SPയുടെയും വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്.